കേരളത്തിലെ ഒരു MLA ഗുരുതരമായ കേസുകളിലും ആരോപണങ്ങളിലും പെട്ട് തമിഴ്നാട്ടിലേക്ക് മുങ്ങിയതിന് പിന്നാലെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിച്ച മറ്റൊരു വാർത്തയാണ്. അവിടുത്തെ ഉപമുഖ്യമന്ത്രിയായ ഉദയനിധി സ്റ്റാലിൻ്റെ ജന്മദിന പ്രോഗ്രാം നടക്കുമ്പോൾ അവിടെ ഒരു നൃത്തം അരങ്ങേറുകയും മന്ത്രി S. പെരിയ കറുപ്പൻ എന്ന് പറയുന്ന മന്ത്രി ഈ അർത്ഥനഗ്നനായി നൃത്തം ചെയ്ത ഈ യുവതികളെ തൻ്റെ അടുത്ത് വിളിച്ച് തനിക്ക് ചുറ്റും നൃത്തം ചെയ്യാൻ പറയുകയും ഒപ്പം തന്നെ അവിടെയുള്ള യൂത്ത് നേതാക്കളെ, തൻ്റെ പാർട്ടിയിൽപ്പെടുന്ന യൂത്ത് നേതാക്കളെ നൃത്തത്തിനായി നിർബന്ധിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും അശ്ലീല ആംഗ്യങ്ങൾ കാട്ടിയത് ഉൾപ്പെടെ ഈ മന്ത്രി അവിടെ കാണിച്ച ആഭാസത്തരവും അഴിഞ്ഞാട്ടവുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ഇപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് തൊട്ട് പിന്നാലെ തന്നെ തമിഴ്നാട്ടിലെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം രംഗത്തെത്തി ഇത്തരത്തിൽ അഴിഞ്ഞാടുന്ന ഇല്ലെങ്കിൽ ആഭാസനായ ഒരു വ്യക്തിയുടെ അടുത്ത് എങ്ങനെയാണ് സ്ത്രീകൾ ഒരു പരാതിയുമായി ചെല്ലേണ്ടതെന്ന് അവർ ചോദിക്കുന്നു. ഏതായാലും ഇത്തരം കാര്യങ്ങൾ പൊതുപ്രവർത്തകർ അവർ പാലിക്കേണ്ട ചില മര്യാദകൾ ഉണ്ട്. പൊതുപ്രവർത്തകർക്ക് ഒരു ബോർഡർ ഉണ്ട്. ആ പൊതുപ്രവർത്തകർ ആ ബോർഡർ കടക്കുമ്പോൾ മാത്രമാണ് പ്രശ്നങ്ങളിലേക്ക് എത്തപ്പെടുന്നത്. പൊതുപ്രവർത്തകരല്ല എങ്കിൽ അവർക്ക് സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയരാകേണ്ടതില്ല. പകരം നിയമത്തിന്റെ മുമ്പിൽ വിധേയരായാൽ മാത്രം മതി, ഇല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് വിധേയരായാൽ മതി. പക്ഷെ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയരാകുന്ന പൊതുപ്രവർത്തകർ, അത് മന്ത്രിയായാലും MLA ആയാലും ഒക്കെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ജനങ്ങൾ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളാണ്. ആ വ്യക്തികൾ പാലിക്കേണ്ട ചില പൊതുമര്യാദകളുണ്ട്. അത് ലംഘിക്കപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളായാലും മറ്റു പലതും വാർത്തകളിൽ നിറയുന്നതും നെട്ടോട്ടം ഓടുന്നതും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ക്യാമറ.